അച്ഛ എന്തായി പോയിട്ടെന്താ തിരിച്ചു പോന്നു അത്ര തന്നെ. കണ്ടു അഭിയേട്ട? കാണാനല്ലേ പോയത്. എന്നിട്ട് അച്ഛൻ പറയട്ടെ, തലയിരിക്കുമ്പോ വാലാടരുതെന്ന് നീയല്ലേ പറയാറ്? വല്ലപ്പോഴും വാലാടുന്നോണ്ട് വലിയ തെറ്റില്ല. വേണ്ട, പഴഞ്ചൊല്ല് തെറ്റിക്കണ്ട. ഹോ, എന്താ വാല്? എല്ലാവരെയും കണ്ടോ? കണ്ടു, സംസാരിച്ചു, തിരിച്ചു പോരുകയും ചെയ്തു. അവർക്കെങ്ങനെയാ, താല്പര്യമാണോ? സരികമോള് പറഞ്ഞ ശരിയാ, ആ ടീച്ചർ അത്ര ശരിയല്ല. അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞോ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്നാലും നമുക്ക് അവരുടെ പ്രകടനം കാണുമ്പോൾ അറിയാമല്ലോ. ജാനിക്കുട്ടിയുടെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നോ? അയാളൊരു നല്ല മനുഷ്യനാണെന്ന് തോന്നി. അച്ഛ, സംഭവം നടക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ ഇല്ലയോ? നടക്കാതിരിക്കാൻ കാരണമൊന്നുമില്ല. ഡെപ്യൂട്ടി തഹസിൽദാർ വളരെ മാന്യതയോടെ പെരുമാറിയത്. പക്ഷെ ടീച്ചർ വിഷമാ, അവരിത് മുടക്കാൻ നോക്കും. അവരെന്തിനാടി മുടക്കുന്നേ? എങ്ങനെയെങ്കിലും ഭാരം തലേന്ന് ഒഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിക്കല്ലേ ഉള്ളൂ. അതുകൊണ്ടല്ലേ മുമ്പ് അവർ അവൾക്ക് വേണ്ടി കല്യാണം ആലോചിച്ചേ? അതല്ലമ്മേ, ജാനിക്കുട്ടിക്ക് എന്തെങ്കിലും നന്മ വരുന്നത് ആ പിശാചിന് സഹിക്കാൻ പറ്റില്ല. ഛേ, അങ്ങനൊന്നും സംസാരിക്കരുത് മോളെ. നിന്റെ സ്കൂളിലെ ടീച്ചറല്ലേ അവര്? ടീച്ചർ അച്ഛൻ ഇപ്പൊ അവിടെ ചെന്നപ്പോ അവർ ഇത്തിരിയെങ്കിലും സന്തോഷമായിട്ട് പെരുമാറിയോ? അവര് എവിടെയോ പോകാൻ നിൽക്കായിരുന്നടി. അവരാണ് ചായയൊക്കെ തന്നത്. ആ സ്ത്രീ എങ്ങനെയെങ്കിലും മുടക്കാൻ നോക്കൂ അച്ഛ. നമ്മൾ ആ സ്ത്രീയെ കണക്കിലെടുക്കരുത്. അവരെന്തു പറഞ്ഞാലും എങ്ങനെയൊക്കെ പെരുമാറിയാലും നമ്മൾ കണക്കാക്കരുത്. നീ എന്താടി രത്നം ടീച്ചറിനോടൊരു ശത്രുത ഉള്ളതുപോലെ? എനിക്ക് അവരെ ശരിക്കും അറിയാച്ച. വിഷമൊന്ന് വെച്ച ഒരു പാമ്പില്ലേ മോതിരവളയൻ, അതിന്റെ പെൺജാതിയ. അല്ല, അവർക്കിപ്പോ ഈ കല്യാണം വേണ്ടെന്ന് പറയാൻ ഒരു ന്യായവും ഇല്ലല്ലോ. നമ്മൾ സ്ത്രീധനം ചോദിക്കുന്നില്ല, ആഘോഷമായിട്ട് കല്യാണം നടത്തണമെന്ന് പറയുന്നില്ല, കഴുത്തിലും കയ്യിലും നിറയെ സ്വർണ്ണം ഇടണമെന്ന് ഡിമാൻഡ് വെക്കുന്നില്ല. പെണ്ണിനെ മാത്രം മതി നമുക്ക്. അതിനെന്ത് തടസ്സം പറയാൻ പറ്റും? സംഗതി ശരിയാ. എന്നാലും ഏട്ട സൂക്ഷിച്ചോ. ഇതിലെന്താ സൂക്ഷിക്കാൻ? എനിക്കിപ്പോ നല്ല ധൈര്യ. അച്ഛനമ്മ സമ്മതിച്ചല്ലോ. നമുക്ക് ഡിമാൻഡ്സ് ഒന്നുമില്ല, പിന്നെന്താ തടസ്സം? അവർക്ക് വേണമെന്ന് വെച്ചാ ഈ കല്യാണം ഭംഗിയായിട്ട് നടത്താവുന്നതേ. സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ട്. ഒരാൾ ഡെപ്യൂട്ടി തഹസിൽദാർ, മറ്റേയാൾ ടീച്ചർ, വീടും ഭൂസ്വത്തും ഒക്കെ ഉണ്ട്. പിന്നെ തെത്തൂത്രി ആയതുകൊണ്ട് ഒന്നും കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ അത്ര തന്നെ. നമുക്കൊന്നും വേണ്ടച്ച, നമുക്ക് പൈസയൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ഭാഗം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി എല്ലാം തലയിലെഴുത്തു പോലെ. നീ അവളെ ശരിക്കും കണ്ടോടാ? കണ്ടു. എന്താ അമ്മേ? അല്ല, പെണ്ണ് കാണലൊന്നും നടന്നില്ലല്ലോ. എന്റെ അമ്മ, അതൊക്കെ ഇപ്പൊ എത്ര തവണ കഴിഞ്ഞു എന്ന് ചോദിക്കും. ചടങ്ങായിട്ട് നടത്തിയില്ലെന്നേ ഉള്ളൂ. പൊടി. ഇത് നടക്കുവല്ലേടി? നടക്കും, നടത്തണം.